അതിസാമർഥ്യങ്ങളില്ലാതെ ആരെയും ദ്രോഹിക്കാതെ സിനിമയുടെ നടപ്പാതയിലൂടെ നിശബ്ദം നീങ്ങുന്ന ഒരു കിളിയുണ്ട്, വെട്ടുകിളി. അതെ, നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന വെട്ടുകിളി പ്രകാശൻ തന്നെ. ചുരുക്കം ചിത്രങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്തു എന്ന് പേരെടുത്ത വെട്ടുകിളി പ്രകാശനാണ് ഇന്ന് ഈ ഷോയിൽ അതിഥി. ഒരു നടന് വേണ്ട യാതൊരു ക്വാളിഫിക്കേഷനും പ്രകാശനില്ല, എന്നിട്ടും പ്രകാശ് താരമായി. അതെങ്ങനെയാണ്? താരത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഇല്ലാതെ താരമാക്കുകയാണ് ആളുകൾ, നമ്മളാവുന്നല്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ നമുക്ക് അവരുടെ സംസ്കാരവും അവരുടെ കാഴ്ചപ്പാടൊക്കെ അനുസരിച്ച് തരുന്ന ഒരു സംഭവമാണ് ഈ താരം എന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്ക് സംശയമുണ്ട് നമ്മൾ ഏത് തരത്തിൽപ്പെട്ട താരമാണ് എന്നുള്ളത്. ഒരു ആക്ടിങ് ടേസ്റ്റ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു താരമായിട്ട് അറിയപ്പെടുന്നത് എന്തൊരു മാജിക്കാണത്. നമ്മളുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടോ നമ്മൾ ആർജിക്കുന്ന ഒരു അവസ്ഥയൊന്നുമല്ല അത്. ഏതൊക്കെയോ തരത്തിൽപ്പെട്ട പ്രേക്ഷകർ അല്ലെങ്കിൽ ഇതിൻ്റെ ആസ്വാദകർ അവരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് അവർ നൽകുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ അവർ സങ്കല്പിക്കുന്നൊരു സ്ഥാനം യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു സ്ഥാനം. കാരണം ഇന്ന് താരം പത്രത്തിൽ വരും, മാസികയുടെ പേജിൽ വരും, ടി വിയുടെ സ്ക്രീനിൽ വരും, നാളെ ടിഷ് പോയി അടുത്തത് വന്നു. അപ്പോൾ യാതൊരു തരത്തിലുള്ള അസ്തിത്വം ഇല്ലാത്ത, എന്നാൽ മനുഷ്യൻ്റെ തലച്ചോറിൽ എപ്പോഴും ഒരു സാങ്കത്യമുള്ള ഒരു പ്രതിഭാസം. അത് ആരോപിക്കപ്പെടുന്നതിനും ആരോപിക്കാതിരിക്കുന്നതിനും വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ അതിനൊരു ക്വാളിഫിക്കേഷൻ നമ്മുടെ വശത്തില്ല, നമ്മുടെ വശത്ത് വേണമെന്നില്ല. ഇത്രയും കാലമായിട്ട് മലയാള സിനിമ കാര്യമായി പരിഗണിച്ചില്ല എന്നൊരു പരാതി ഉണ്ടോ? സിനിമേനെ ഞാൻ പരിഗണിച്ചിട്ടില്ല. ഒരുപാട് തൊഴിലുകൾ ജീവിതത്തിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇതും ചെയ്തു. തൊഴിലായിട്ടാണോ അതിൽ ഈ കല തൊഴിലിൽ നിന്ന് എവിടെയാണ് വിഭജിക്കപ്പെടുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മളറിയാതെ ഒരു ജീവിതത്തിൻ്റെ ഒരു സ്ട്രീമിൽ പോകുമ്പോൾ പലതും അനുഭവിക്കേണ്ടി വരും, പലതും പഠിക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും. അതുപോലെ ഇതും ചെയ്തു. ഈ ചെയ്വനകൾ മറ്റുള്ളവർക്ക് ദ്രോഹം ആവാതിരിക്കണം എന്ന് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട് ഉള്ളിൽ. അത് പാലിക്കാനായിട്ട് ശ്രമിക്കും. നാളെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്തു എന്ന് വരാം. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പല പണികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പണിയായിട്ട് എനിക്കത് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ വല്ലതും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ കഥാപാത്രം ഏതുതരം സംശയമാണ്. ഈ ഒരു രീതി ജീവിതത്തിൽ അവലംബിച്ചിട്ടുണ്ടോ? സംശയമാണ് ആകെ, നമുക്ക് നമ്മൾ തന്നെ സംശയമാണ്. അതെങ്ങനെയോ സത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു രാത്രിയിൽ ഇമ്പ്രൂവൈസ് ചെയ്തതാണെന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. ശ്രീനിവാസൻ സാറായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ. പിന്നെ അതിന് ഒരു ഇതുണ്ട്. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ സി വി ബാലകൃഷ്ണൻ്റെ കാറ്റത്തൊരു പെൺപൂ എന്ന് പറഞ്ഞ പടം ഞങ്ങൾ വർക്ക് ചെയ്യാനിടയുണ്ട് ഷൊർണൂരൊക്കെ വെച്ചിട്ട്. അപ്പോൾ പുള്ളിയായിട്ടുള്ള ഒരു ഇതിൽ നിന്ന് അവർ പലരും ചോദിക്കാറുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിയിൽ സംശയം ഉണ്ടാവും, പിന്നെ ഇടപഴകുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരും, ആക്ട് ചെയ്യുമ്പോഴും സംശയങ്ങൾ വരും. നമുക്ക് മൊത്തത്തിൽ ഒരു ചുമരിൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് സംശയമായി, ഇത് ഞാൻ തന്നെയാണോ അതോ വേറെ വല്ല ആളാണോ. നമുക്ക് നമ്മളോടൊരു അന്യത്വം ഉണ്ടല്ലോ, എപ്പോഴും നമുക്ക് മനസ്സിലാവാത്തൊരു നമ്മളുണ്ടല്ലോ ഉള്ളിൽ. അതുകൊണ്ട് ഈ സംശയം എൻ്റെ കൂടെയുള്ളതാണ്, അത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല കേട്ടോ. ഈ ഭൂമി കുഴിച്ചാൽ എന്താ കിട്ടുക? ഭൂമി കുഴിച്ചാൽ വെള്ളം, പിന്നെയും കുഴിച്ചാലോ? പിന്നെ കുഴിച്ച പാറ, പിന്നെയും കുഴിച്ചാലോ? പിന്നെ കുഴിച്ച കൽക്കരി, പിന്നെയും കുഴിച്ചാലോ? നീ എന്തിനാ പിന്നെ കുഴിക്കുന്നത്? അല്ല കോപിട്ടാ, നോക്ക്, ഇന്ത്യ ഇതാ ഇവിടെ കണ്ടോ, അമേരിക്ക ഇതാ ഇവിടെ. അപ്പൊ ഈ ഇന്ത്യയിൽ നിന്ന് നേരെ കുഴിച്ചു പോയാൽ അമേരിക്കയിൽ എത്തില്ലേ? ഇല്ലേ? ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, LIC ഏജന്റ്, ഓട്ടോ ഡ്രൈവർ, ഇതൊക്കെ എന്ത് പാഠങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഈ എല്ലാ ജോലി ചെയ്യുമ്പോഴും അത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റോട് കൂടിയിട്ട് ഒരു സന്തോഷത്തോട് കൂടിയിട്ട്
അങ്ങനെ എനിക്ക് ഒരു പണിയും ചെയ്യേണ്ടി വന്നുള്ളൂ. ഒരു പണിയും ചെയ്യുന്നത് ഇപ്പോൾ അതത്ര കഷ്ടപ്പാടല്ല, ഇപ്പോൾ കഷ്ടപ്പാടില്ല എന്നൊക്കെ ആൾക്കാർക്ക് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കലയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കഷ്ടപ്പാടും സുഖപ്പാടും ഒന്നുമില്ല. അതിൽ രണ്ട് കാര്യമുള്ളൂ, ഒന്ന് ശരി, മറ്റേ തെറ്റ്. ഇത് രണ്ടേ ഉള്ളൂ. ഞാൻ ജോലി ചെയ്തിരുന്നതൊക്കെ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നു. ഒന്നുമില്ല പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പണം സ്വരൂപിക്കാനും അതിനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലക്ഷ്യം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ചെയ്വനയിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങളും മുമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാനുള്ളൊരു പോക്കാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഈ ലോകത്തിനെക്കുറിച്ച് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ശുഷ്കമായിരുന്നതിന് വികസിക്കാനുള്ളൊരു സാധ്യത അനവധി തൊഴിലുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവും. അപ്പോൾ ഈ ഇതിലൊക്കെ പ്രഗത്ഭനം തെളിയിച്ചിട്ടും സ്വയം മാർക്കറ്റ് ചെയ്യാൻ എന്താണ്? ഈ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ സംശയം നമുക്ക് നമ്മളിൽ നിന്ന് അന്യായിട്ടൊരു മനുഷ്യനുണ്ട്, അവൻ പിടിതരുന്നില്ല നമുക്ക്. ഞാനിങ്ങനെ മനഃപൂർവ്വം പറയല്ല, ചിലപ്പോൾ നമ്മൾ വളരെ ശൂന്യനായിട്ട് മാറും, വളരെ വേക്കായിരിക്കും. കാരണം നമുക്ക് മനസ്സിലാവാത്ത ഒരാൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എപ്പോഴാണ് കൈവിട്ട് പോകാമെന്നൊരു പെടുത്തില്ല, എപ്പോഴാണ് പൊട്ടിത്തെറിക്കാമെന്നൊരു പെടുത്തില്ല. നമുക്ക് പിടിതരാത്ത ഒരു വ്യക്തിത്വം എൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവനെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ അതിനെ പിടിച്ച് മാർക്കറ്റ് ചെയ്യാം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നടൻ എന്ന നിലയിൽ എന്താണ് ഒരു നടന് വേണ്ട യോഗ്യതകൾ? നടന് വേണ്ട യോഗ്യത ജീവിക്കാൻ വേണ്ട യോഗ്യത തന്നെയാണ്. ജീവിക്കാൻ ഒരാൾക്ക് എന്താണ് യോഗ്യതകളായിട്ട് വേറെ ഒരാൾക്ക് ആരോപിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. നടന് വേണ്ടതും ജീവിക്കാൻ വേണ്ടതും ആയിട്ടുള്ള ജീവിതം ഇല്ലാത്ത ഒരാൾക്ക് നാട്ടിലില്ല. അപ്പോൾ ഈ പ്രകാശൻ എന്നോട്ടാണ് വെട്ടുകളി പ്രകാശനായത്, അതിൻ്റെ ഒരു കഥ എന്താണ്? നമ്മൾ അറിയണില്ല നമ്മൾ എന്തെങ്കിലും ആയിപ്പോകുന്നത്. ഈ വെട്ടുകളി എന്നുള്ള കഥാപാത്രം ആകെ 3 ദിവസമാണ് കോഴിക്കോട് ദേവഗിരി കോളേജിലോ മറ്റോ എൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായത്. ഒരു 2 പകലും 1 നൈറ്റും. ഈ 2 പകലും 1 നൈറ്റും കുറേ ഷോട്ടുകൾ അവിടെ എടുത്തു എന്നല്ലാതെ കണ്ട് നമുക്കതിൽ കാര്യമായിട്ട് ഒരു പേര് വരാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു എന്നൊന്നും അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇത് എങ്ങനെ ഇത് വന്നുകൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചില ആളുകൾ ചില കഥാപാത്രങ്ങൾ പിന്നെ ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് നമ്മളാണെന്ന് പറയാൻ നിർബന്ധിക്കും. നമ്മളങ്ങനെ പറയണ്ട പറഞ്ഞാൽ വേറെ ആളുകൾ അത് അവരാന്ന് പറയും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഫീൽഡിൽ നേരത്തെ അവർ ഈ പേര് വെച്ച് നമുക്ക് നമ്മളെ പിടികിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു KR ഷൺമുഖം എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സാഗാപ്പച്ചൻ്റെ പുതുക്കോട്ട പുതുമണവാളൻ്റെ ഇതിന് വേണ്ടി വിളിച്ചിട്ട് കാറിൽ ഞങ്ങൾ അപ്പച്ചൻ സാറിൻ്റെ ഓഫീസിലേക്ക് പോകുന്നു. അദ്ദേഹം ഓടിക്കുന്നു, ഈ ഷൺമുഖം സാർ എടുത്തിരിക്കുന്നു, ഞാൻ പുറകിലിരിക്കുന്നു. അതിൽ വെച്ചിട്ടാണ് ഞാൻ ഇനി നിൻ്റെ പേര് വെട്ടുകളി പ്രകാശ് എന്ന് അടിക്കും. അവനടിച്ചു, തടുത്തിട്ട് നിൽക്കുന്നില്ല. എന്നായിക്കോട്ടെ. പിന്നെ എനിക്കെന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ. ശരിക്കുള്ള പേരൊന്ന്, സ്കൂളിൽ വേറൊരു പേര്, പിന്നെ വീട്ടിൽ വേറൊരു പേര്, നാട്ടുകാർ വേറെ പേര്. ഈ പേരുകൾ ഒരുപാട് ആദ്യമേ ഉള്ളതുകൊണ്ട് ഈ ഒരു പേരിനൊരു പ്രത്യേക അങ്ങനെ തോന്നില്ല. ഇപ്പം അണ്ണൻ വേണമെങ്കിൽ അങ്ങനെ വെച്ചോട്ടെ ഇതായിരുന്നു. അങ്ങനെ വെട്ടുകളി പ്രകാശ്. അധികം ചാൻസ് തേടി പോയിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? ചാൻസ് തേടി പോയിട്ടുണ്ട് അനീഷ. ചാൻസ് തേടി ധാരാളം പോയിട്ടുണ്ട് ബിഗിനിങ് പീരീഡിൽ. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാൻസ് തേടി പോയ ആളുകളുടെ അടുത്ത് നമുക്ക് ഈ പിടികിട്ടാത്ത നമ്മളെ റിവീൽ ചെയ്യാൻ പറ്റാണ്ട് വരും. മിക്കവാറും എനിക്കൊരു ന്യൂട്രൽ ഫേസ് ഉണ്ടാവും. അതിപ്പോൾ എങ്ങനെയൊക്കെയോ ചെറുപ്പത്തിൽ തലയിൽ കടന്നുകൂട്ടിയുള്ള ഒരു ആക്ടർ ഒരു ന്യൂട്രൽ ഫേസിന് ഉടമയായിരിക്കണം. ഒരു സ്ഥായി ഭാവം അയാൾക്ക് പാടില്ല. ഞാൻ ചെന്ന് പെട്ടിട്ടുള്ള പത്മരാജനൊഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മളിൽ ഒരു ക്വാളിറ്റി കാണുന്നില്ല. ഫേസിൽ അവർക്കൊരു അടിസ്ഥാന ഭാവം, അടിസ്ഥാന ടെക്സ്ചറോ ഒന്നും കാണുന്നില്ല. കുറ്റം എൻ്റെയാണ്. കാരണം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ന്യൂട്രൽ ആവും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളിമണ്ണ് കുഴച്ച പോലെ അവർക്ക് ആവശ്യമുള്ളോണം അവർ കുഴച്ചെടുത്തോട്ടെ, ഏത് രൂപം വേണം ആയിക്കോട്ടെ. നമ്മൾ അധികം വെള്ളവും പാടില്ല, എന്നാൽ ഡ്രൈനസും പാടില്ല. ഒരു ക്ലേ മോഡൽ, ഒരു ന്യൂട്രലായിട്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ആകരുത് എന്ന് വിചാരിച്ചാലും അത് ആദ്യകാലത്തൊക്കെ ആയിപ്പോവും. അത് അങ്ങനെ ആവണമെന്നാണ് ക്വാളിറ്റി എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഈ അഭിനയ ജീവിതത്തിൽ ഒരാൾക്ക് ഇത്ര സത്യസന്ധത വേണോ?
ഇത് സത്യസന്ധത എന്നല്ല, ഇതൊക്കെ കള്ളത്തരം തന്നെയാണ്. സത്യസന്ധനാവാൻ നമുക്ക് പറ്റില്ല. സത്യസന്ധത അല്ല, ഇപ്പോൾ ഞാനിപ്പോൾ സത്യസന്ധനാണെന്ന് പറഞ്ഞാൽ അത് ഏൽക്കാൻ പാടില്ല അല്ലേ? നമ്മളിപ്പോൾ വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഒരാളെ കൊല്ലേണ്ട ഭാഗം വന്ന് ഞാൻ അയാളെ കൊല്ലുന്നത് സത്യസന്ധതയോട് കൂടി ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ നന്നായിട്ട് കള്ളത്തരങ്ങളൊക്കെ നമ്മളിങ്ങനെ ഈ ലോകത്ത് ജീവിച്ചവരല്ലേ, കള്ളത്തരങ്ങളൊക്കെ നമുക്ക്, പക്ഷെ അത് എപ്പോൾ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ അളവും തൂക്കും നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. ഈ മൊത്തം കള്ളത്തരം, ഒരാൾ എഴുതിയ വലിയൊരു നുണ വേറൊരാൾ നിർദ്ദേശങ്ങളിലൂടെ നമുക്ക് തരുന്നു, ആ നുണേനെ മഹത്തായ വേറൊരു നുണയായിട്ട് നമ്മൾ ചെയ്യണു, മൊത്തം നുണയാണ്. ആളുകൾ ഇതൊക്കെ സംഭവിക്കരുതാന്ന് വിചാരിച്ച് ആസ്വദിക്കണു അല്ലേ? മൊത്തം നുണയാണ്. നിന്നെ കാത്തിരുന്നുവോ കായലോളമാ. അപ്പോൾ വീട്ടുകാരി എങ്ങനെയാണ് ചെറുപ്പത്തിൽ മുതലേ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു? വീട് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. അപ്പം സാമൂഹ്യ ധർമ്മങ്ങൾ ഒരുപാട് പാലിക്കേണ്ട ആളാണ്. കല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയിൽ സമൂഹത്തിൽ, കുടുംബത്തിൽ നമ്മളിൽ നിന്ന് അർഹിക്കുന്നതും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ ചുമതലകൾ നമുക്ക് നിറവേറ്റാനൊക്കെ പറ്റാതെ പോയാൽ ചിലപ്പോൾ ഒറ്റപ്പെട്ട് തന്നെ പോകേണ്ടി വരും. മനസ്സിലായില്ലേ? നമ്മളുടെ സ്വാർത്ഥതയിൽ, നമ്മളുടെ ഒരു തിങ്കിങ്ങിലും മാത്രം ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു ഹൃദയപരമായിട്ട് വളരെ ചതിയാണത് അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതിൽ ഇപ്പോൾ വേദനയൊന്നുമില്ല, പണ്ടൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോൾ പ്രായം എത്രയായി? വയസ്സ് ഇത് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ സിബിക്കൊക്കെ അറിയാം, അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു നാളെ ഒരു പത്രക്കാരും അത് ചോദിച്ചു, ഇനിയിപ്പോൾ 50 എന്ന് പിടിക്കാം. 50 വയസ്സായി, ഇപ്പോഴും ക്രോണിക് ബാച്ചിലറാണല്ലേ? ബാച്ചിലർ ആയിപ്പോയതാണ്. ഇതൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല, ആയിപ്പോയതാണ്. ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ല. അല്ല, ഒരു താരമായ ഒരുപാട് വിവാഹാഭ്യർത്ഥനകളും പ്രേമലേഖനങ്ങളൊക്കെ വരില്ല, ഇന്നൊരാൾ കിട്ടിയില്ലേ? ആരെങ്കിലും ഒന്ന് പ്രണയിച്ച കൊള്ളാതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കേരളത്തിലത്തെ പെൺകുട്ടികൾക്ക് വലിയ ഭ്രാന്ത് ഇല്ലാത്തതുകൊണ്ട്, തലയ്ക്ക് അസുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴി ഓരോരുത്തരുടെ കൈ പിടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ആരാധനയാണ്, ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നത് പറയില്ലല്ലോ. സിനിമയ്ക്ക് എന്താ തിരിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? സിനിമ മൊത്തത്തിൽ കൊള്ളടിച്ചോട്ടെ, എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സിനിമ കൊള്ളടിച്ചോട്ടെ. അതാണ് എനിക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാധനം. മാക്സിമം ഉപയോഗിക്കുക. ഇനിയിപ്പോൾ കുറച്ച് വയസ്സ് യൂണി കഴിഞ്ഞ് നമ്മുടെ ഈ ശാരീരിക പേശിയുടെയൊക്കെ ബലം പോവും. അതിന് മുമ്പാട് സിനിമ പരമാവധി കൊള്ളടിക്കുക, പരമാവധി അവരത് ഉപയോഗിക്കട്ടെ, അവർക്ക് 10 പൈസ കിട്ടാവുന്ന രീതിയിലാണെങ്കിലും. ഈ ഷോ